അല്ലാഹുവേ, ശത്രുക്കളെ കണ്ണിൽ എന്നെ പെടുത്തല്ലേ. എൻ്റെ കുഞ്ഞിനെ നീ സംരക്ഷിക്കണേ. എന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് സുരക്ഷിതമായി എത്തിക്കണേ. ഉപ്പ, അസ്മ ആണ്. അൽഹംദുലില്ലാ, ഭക്ഷണവുമായി വന്നാണ്. ഇതിനെ എങ്ങനെ ഒട്ടകപ്പുറത്ത് കെട്ടും? അസ്മ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൻ്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹിജ്റ വേളയിൽ ഇവർ കാണിച്ച അസാമാന്യ ധൈര്യം ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. സ്വന്തം അരപ്പട്ട മുറിച്ച് ഭക്ഷണപ്പൊതി കെട്ടിക്കൊടുക്കുന്നതിലൂടെ ലഭിച്ച ദാത്തുന്നിതാഖൈൻ, 2 അരപ്പട്ടയുള്ളവൾ എന്ന ബഹുമതി ഇവരുടെ സമർപ്പണത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും ഉജ്ജ്വല പ്രതീകമാണ് ഇവർ. ഇല്ല, എൻ്റെ പ്രവാചകരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അള്ളാഹുവേ, ശത്രുക്കളെ നീ നശിപ്പിക്കണമേ. മുസ്ലിങ്ങൾക്ക് നീ കരുത്ത് നൽകണമേ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധം മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയ നിർണായക നിമിഷത്തിൽ വാളും പരിചയമെടുത്ത് ഇവർ പോർക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. തൻ്റെ ഭർത്താവിനും മകനുമൊപ്പം നിന്ന് ഇവർ ശത്രുക്കളെ പ്രതിരോധിച്ചു. ഇവരുടെ പോരാട്ടവീര്യം നേരിൽ കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഞാൻ നോക്കുന്നിടത്തെല്ലാം ഉമ്മു അമ്മാറ എന്നെ രക്ഷിക്കാനായി നിറഞ്ഞു നിൽക്കുന്നു. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി യുദ്ധക്കളത്തിൽ ഇവർ നടത്തിയ ഈ പോരാട്ടം ഇസ്ലാമിക ചരിത്രത്തിലെ സ്ത്രീ ശക്തിയുടെ ഉജ്ജ്വലമായ അടയാളമാണ്. പെട്ടെന്ന് അവരിവിടെ കിടത്തൂ. ദാ ഈ വെള്ളം അല്പം കുടിക്കൂ. അല്ലാഹുവേ, ഈ മുറിവുകൾ പെട്ടെന്ന് ഉണക്കണമേ. കൂടുതൽ ഊർജം മുസ്ലിങ്ങൾക്ക് നീ നൽകണമേ. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ. വൈദ്യശാസ്ത്രത്തിലും ശുശ്രൂഷാരംഗത്തും അഗാധമായ അറിവുണ്ടായിരുന്ന ഇവർ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 7ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. യുദ്ധക്കളത്തിൽ പരിക്കേറ്റ പോരാളികളെ ചികിത്സിക്കുകയും സൈനികർക്കായി ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തത് ഇവരായിരുന്നു. ധീരത കൊണ്ടും കാരുണ്യം നിറഞ്ഞ സേവനം കൊണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ച വ്യക്തിത്വമാണ് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരാധനക്കർഹനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിനു വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായ വനിത എന്ന നിലയിൽ ചരിത്രത്തിൽ സുമയ്യ എന്ന പേര് എക്കാലവും തിളങ്ങി നിൽക്കുന്നു. അചഞ്ചലമായ വിശ്വാസം മരണത്തിന് മുന്നിലും മുറുകെ പിടിച്ച മഹതി. അബൂജഹലിന്റെ ക്രൂരതകൾക്ക് ഇരയായപ്പോഴും അവർ പ്രകടിപ്പിച്ച ക്ഷമ വഴി, യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനത്തിന് അർഹയായ മഹദിയാണ് സുമയ്യ ബിൻത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ. ചരിത്രത്തിൽ നാം കണ്ടുമുട്ടിയ ഈ ധീരവനിതകൾ നമുക്ക് മുന്നിൽ വെക്കുന്നത് വലിയൊരു ലക്ഷ്യബോധമാണ്. കേവലം ചരിത്ര സ്മരണകളല്ല, ഏത് പ്രതിസന്ധിയിലും ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ആത്മബലവും, അനീതിക്കെതിരെ ശബ്ദിക്കാനും സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുവാനുള്ള ഇച്ഛാശക്തിയും നാം നേടേണ്ടതുണ്ട്. സ്വന്തം സ്വത്വത്തിലും വിശ്വാസത്തിലും അഭിമാനം കൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.